ഇങ്ങനെ കരയല്ലേ ബ്രോ, നീ കരയുമ്പോ തകർന്നെ ചങ്കാണ്. പിന്നെ സമയം ചെറുത്തുണ്ടല്ലോ അത് നടക്കുന്നുണ്ട്. എന്തെങ്കിലും ഒരു പണി ചെയ്തോ ചേട്ടാ. ഇവനോടൊക്കെ കാര്യം ബോധിപ്പിക്കേണ്ട അവസ്ഥയാണ് എനിക്കിപ്പോ. തുടക്കത്തിൽ ഉടക്കാനാണ് ഭാവമെങ്കിൽ തന്റെ ഈ ക്ലോസറ്റ് കിടന്ന ബ്രഷ് പോലത്തെ തലയുണ്ടല്ലോ പോളിച്ചടിക്ക് പെട്ടിലാക്കി പേഴ്സണലാക്കി കഴിഞ്ഞ എനിക്ക് അത്രയ്ക്ക് ദേഷ്യം വന്നു. അങ്ങനെ എല്ലില്ലാതെ ഓരോരുത്തരും ഓരോന്ന് വിളിച്ചു പറയും. അല്ലെ ഭവിഷ്യത്ത് അനുഭവിക്കുന്നത് നമ്മളാണ്. ഒരുപാട് നേരമായി ചൊറിയുന്നു. എവിടെയാച്ചോ ഇയാള് ഞങ്ങളെ അപമാനിക്കാൻ ശ്രമിക്കുന്നുവെന്ന്. നീ മിണ്ടരുത്. നീ മിണ്ടാറാവുമ്പോ ഞാൻ പറയും. ഓക്കെ. ഈ 4 ആൾ കൂടുമ്പോൾ നിന്റെ ഈ ഷൈനിങ് ഉണ്ടല്ലോ, അത് ഈ ചുപ്പറുണ്ടത് വേണ്ട. നീ സഭ്യതയുടെ അതിർവരമ്പുകൾ വീണ്ടും ലംഘിക്കുന്നു. ഞാനിവിടുത്തെ ഹൗസ്മെന്റാണ് ഇപ്പോ. അല്ല ചെറ്റവർത്താനം പറയല് മനസ്സിലായോ? ഇനി ഇത് ആവർത്തിക്കരുത്.